മൺഡേ ചെസ്റ്റ്, ട്യൂസ്ഡേ ട്രൈസെപ്സ്, വെനസ്ഡേ ബൈസെപ്സ്. ഇങ്ങനെയുള്ള ഒരു ബ്രോ സ്പ്ലിറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 50% മസിൽ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അതിലിതിന്റെ റീസണും ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബട്ട് ആ വീഡിയോന്റെ അടിയിൽ ഒരു അങ്കിൾ വന്ന് കമന്റ് ചെയ്തു, മിനിമം വെയിറ്റ് ഇട്ട് ഫുൾ ബോഡി വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് നല്ലത്. അങ്കിളിന് എന്നെ വിശ്വാസമില്ല. സോ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദിസ് അഗൈൻ, ബട്ട് ദിസ് ടൈം വിത്ത് പ്രൂഫ്. അതിനു മുമ്പ് അങ്ങനത്തെ സയൻസ് ബേസ്ഡ് ഫിറ്റ്നസ് ടിപ്സിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. 2017 നടത്തിയ 15 സ്റ്റഡീസിന്റെ ഒരു മെറ്റ അനാലിസിസിൽ മാക്സിമം മസിൽ ഹൈപ്പർട്രോഫിക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഒരു മസിൽ ഗ്രൂപ്പിന് 10 to 20 സെറ്റ്സ് ആണ് ചെയ്യേണ്ടത്. ഇനി എക്സാക്ട്ലി എത്ര സെറ്റ്സ് ആണെന്നുള്ളത് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും. നമ്മുടെ ബ്രോ സ്പ്ലിറ്റിൽ ഫോർ എക്സാമ്പിൾ ട്രൈസെപ്സിന് ഈ വീക്ക്ലി 10 to 20 സെറ്റ്സ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ 10 to 20 സെറ്റ്സും ഒറ്റ ദിവസമാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു വിഷയമുണ്ട്. 2019 9 സ്റ്റഡീസ് വെച്ച് വേറൊരു മെറ്റ അനാലിസിസ് ഉണ്ടായി. ആ അനാലിസിസിൽ ഒരു ദിവസം ഒരു മസിൽ ഗ്രൂപ്പിന് 6 to 8 സെറ്റ്സിനേക്കാളും കൂടുതൽ ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സിനേക്കാളും കൂടുതൽ ഡ്രോബാക്സ് ആണ് ഉള്ളത്. നമ്മൾ കൂടുതൽ ടയർഡ് ആവും. സോ അത് നമ്മുടെ റിക്കവറിനെ എഫക്ട് ചെയ്യും ആൻഡ് നമ്മുടെ മസിൽ ഗ്രോത്തും കുറയും. സോ ദ ബെസ്റ്റ് തിങ് ടു ഡു ഈസ് വീക്ക്ലി ഉള്ള ഈ 10 to 20 സെറ്റ്സ് 2 or 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രോ സ്പ്ലിറ്റ് ചെയ്യാതെ പുഷ് പുൾ ലെഗ് സ്പ്ലിറ്റോ അപ്പർ ലോവർ സ്പ്ലിറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹൈബ്രിഡ് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ അങ്കിളിന്റെ കമന്റിൽ ലൈക്ക് ചെയ്ത 68 ആൾക്കാരുടെ അടുത്താണ്. നോ ഒഫൻസ് ടു എനിവൺ, ബട്ട് ഇങ്ങനത്തെ അഡ്വൈസ് കേട്ട് അത് ചെയ്യാൻ പോയാൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളോടെ പറയാനുണ്ട്. വീഡിയോ ലെങ്തി ആക്കാതെ ഞാൻ അത് ക്യാപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയേരെ.